കേരളീയ സമാജം കുടുംബാംഗങ്ങളെ, ഇന്ന് ഒരു ചരിത്ര ദിനമാണ്. നമുക്ക് മാത്രമല്ല, അങ്ങ് കേരളത്തിലും ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ അതിപ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രം ചരിത്ര ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ദിനം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം പുലർന്നത് 356 വിവാഹങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടാണ് ഇന്നത്തെ സുദിനം പിറന്നിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനും കേരളത്തിനും മലയാളിക്കും ഇതൊരു ചരിത്രമാണ്. ഇത്രയും വിവാഹങ്ങൾ ചരിത്രത്തിൽ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. അതായത് 356 കുടുംബങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നു എന്നതാണ് അതിൻ്റെ വസ്തുത. ഇവിടെ നമ്മൾ മറ്റൊരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ്. ഏതാണ്ട് 500ഓളം കലാകാരന്മാരും കുടുംബാംഗങ്ങളും നമ്മുടെ സമാജത്തിൻ്റെ ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ചരിത്രം കുറിക്കുകയാണിന്ന്. ചരിത്രം തീർക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമാജമായ കേരളീയ സമാജത്തിൻ്റെ ഓണോത്സവത്തിലേക്ക് പ്രിയരെ, നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. ഓണാഘോഷത്തിൻ്റെ ഭദ്രദീപം കൊളുത്തിക്കഴിഞ്ഞു. ഒരു ഓണപ്പാട്ടും പ്രാർത്ഥനാഗീതവും നമ്മളേവരും ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഒരു നാടകാവിഷ്കാരമാണ്. പരസ്പര പൂരകങ്ങളാണ് കലയും ജീവിതവും. ജീവൻ്റെ ചരിത്രമാകട്ടെ ഒരു തുടർച്ചയും. ജീവസന്ധാരണത്തിനിടയിലും ജീവിത സഞ്ചാരങ്ങൾക്ക് നടുവിലും പുതുതായി പലരും വന്നു ചേരുന്നു. പഴയത് പലതും വിട്ടുപോകുന്നു. ഒരച്ഛനോ അമ്മയോ നഷ്ടപ്പെടുമ്പോൾ ഒരു മകനോ മകളോ ജന്മം കൊള്ളുന്നുണ്ട്. ഒരു മരം വീണ് കരിയുമ്പോൾ ഭൂമിയിലെവിടെയോ ഒരു തണലിനായി തളിരിടുന്ന വിത്തിൻ്റെ വിശ്വാസം പോലെ. ആഘോഷ തുടർച്ചകളാണ് ഓരോ ഉത്സവങ്ങളും. ഈ ഓണോത്സവവും ഒരു തുടർച്ച മാത്രം. ഇതിലെ ആട്ടവും പാട്ടും നോക്കൂ. എന്തിന്, ഇനി വരാനിരിക്കുന്ന ഈ നാടകം പോലും ഒരു തുടർച്ച തന്നെയാണ്. ഒരു കുടുംബത്തിൻ്റെ തുടർ കാഴ്ചകൾ. കഴിഞ്ഞ ഓണത്തിൽ നിന്ന് ഈ ഓണത്തിലേക്ക് എത്തിയപ്പോൾ ഓണച്ചെപ്പ് പോലൊരു കുടുംബത്തിൽ എന്തെന്തു മാറ്റങ്ങൾ. എത്രയോ വർഷങ്ങൾക്കുള്ളിലെന്ന പോലെ ആരൊക്കെയോ വന്നു, ആരെല്ലാമോ പോയി. ജീവിതം പോലെ നാടകവും, നാടകം തന്നെ ജീവിതവുമാകുമ്പോൾ ഇതിനെ ഒരേ സമയം ഒരു തുടർ നാടകമോ പുതുനാടകമോ ആയി നിങ്ങൾക്ക് കാണാം. അതാ പഴയ ഓണച്ചെപ്പെന്ന വീടാകെ മാറി. പുള്ളുവൻ്റെ പുള്ളോത്തി അവസാനിച്ചു. കുര്യാക്കോസ് മുതലാളി വന്നപ്പോൾ ആ മകൻ എവിടെ പോയതാവും? സ്വന്തം പെങ്ങളെ സുധാകരൻ രക്ഷിച്ചതോ അതോ ശിക്ഷിച്ചതോ? ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച പൊതുവാൾ ഈ വൃന്ദാവനത്തിൻ്റെ ആരായിരിക്കും? ഓണച്ചെപ്പിലെ തുമ്പിതുള്ളലും കുമ്മാട്ടിയും പോയെങ്കിലും വേടനും തെയ്യവും എന്തിനു വരുന്നു? മാർഗം കളിയും ഒപ്പനയും മാറി നിൽക്കുമ്പോൾ ഭരതനാട്യവും മോഹിനിയാട്ടവും കടന്നു വരുന്നതെന്തേ? നാടൻ പാട്ടും പുള്ളുവൻ പാട്ടും തിരശീലയ്ക്ക് പിറകിലാകുമ്പോൾ പാണൻ പാട്ടും കൊയ്ത്തുപാട്ടും സോപാന സംഗീതവും നമ്മളെ ഹരം പിടിപ്പിക്കാനെത്തുന്നു. ഉരുൾപൊട്ടലിലും പേമാരിയിലും ഉടൽ മാത്രമായവർക്ക് അഭയമേകുന്ന തറവാട്ടുകാരണവർക്കൊപ്പം ചേരുന്ന പുള്ളുവനും സോപാന സംഗീത വിദ്വാനും നന്മയുടെ നൻകതിരുകളാകുന്നു. സ്വന്തം അധ്വാനത്താൽ നേടിയതെല്ലാം സമൂഹത്തിലേക്ക് തിരിച്ചേൽപ്പിച്ച് പുതുബോധമെന്ന വിശാല സദനത്തിലേക്ക് ജീവിതങ്ങളെ പറിച്ചു നടുന്ന ഒരു അപൂർവ കൂട്ടായ്മയുടെ കഥ ഇതാ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തിരശീലയുയർത്തുന്ന സാമൂഹ്യ നൃത്ത സംഗീത നാടകം
വയോജന വൃന്ദാവന കുടീരം. വയോജന വൃന്ദാവന കുടീരം ഇവിടെ ആരംഭിക്കുന്നു. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर അമ്മേ ഇതൊന്ന് നോക്കൂ, എങ്ങനെയുണ്ട്?
അല്ല, വലിയ അക്കമാണ്. നാട്ടുകാർക്ക് തെറ്റിപ്പോയതായിരുന്നു. അത് നാട്ടുകാരുടെ കണക്കല്ല, എന്റെ കണക്കാ. ടീച്ചർ തെറ്റായ കണക്ക് പറഞ്ഞു എനിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടുത്തെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ മനുഷ്യ? ടീച്ചർ വന്നതിന് ശേഷം അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എന്നാലേ ആ കണ്ണാടി പറയുന്നു നിങ്ങൾ മുടി പൊഴിഞ്ഞു, മീശ നനച്ചു, യുവാവായ 25 വയസ്സുകാരനാ. അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ പറഞ്ഞാൽ എന്നാലും മുടി കൊഴിഞ്ഞു, മീശ നനച്ചു. എനിക്ക് ആ പഴയ പിന്നെ ഈ നല്ലൊരു സുദിനത്തിൽ അമ്പലത്തിലെങ്കിലുള്ള ശബ്ദം അത് നല്ലത്. എല്ലാവരും ആയില്ലേ? ആ ആയിക്കോനെ. അച്ഛാ, നമുക്ക് കേക്ക് മുറിച്ചാലാ? എന്നാ ആയിക്കോട്ടെ നോക്കുന്നത്. ഗോപാൽജി, കേക്ക് എവിടെ? ഗോപാലിനോട് ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ റെഡിയാവും മക്കളെ. അന്ന് എടുക്കൂ. ഇതാ മക്കളെ കേക്ക്. എന്തൊക്കെയാ മക്കളെ റെഡി ചെയ്തിരിക്കുന്നത്? അപ്പോ ഇത് കത്തി കേക്ക് മുറിക്കണ്ടേ? ഞാൻ നിലവിളക്കൊന്ന് കത്തിച്ചോട്ടെ. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. വേറെ ഇനി കേക്ക് മുറിച്ചിട്ടാവോ? എല്ലാവരും ഒക്കെ അടുത്ത് വരിക. ആ വരൂ. ആ, ഞാനിത് അച്ഛാ, അച്ഛന് എന്റെ പേരിൽ ഒരു സമ്മാനമുണ്ട്. ഒരു പൊന്നാട. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ അച്ഛാ, എന്റെ ഒരു സന്തോഷമല്ലേ? പിന്നെ ഞങ്ങളീ ഇത് വരുത്തി ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ പോയി വരുമാനിക്കും. അച്ഛാ, ആരോ വരുന്നുണ്ട് തോന്നുന്നു. എന്നാ ഞങ്ങൾ അകത്തേക്ക് പോട്ടെ. നമസ്കാരം. നമസ്കാരം.
അറിയാം. ഇത് ചെറിയ സമ്മാനമായി കൊടുക്കാം. ഇതൊന്ന് സ്വീകരിക്കാം. ഇതിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. സമ്മാനം കൊടുക്കട്ടെ. സമ്മാനത്തെ കൊടുക്കട്ടെ. അതിന് വേണ്ടിയൊന്നുമില്ല. ചെറിയ സന്തോഷമായി. വേണ്ട അപ്പ, ഇന്നൊരു നല്ല ദിവസമായിട്ട് വേണ്ട. അപ്പൻ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ അത് നമുക്ക് പിന്നീടാവും. അച്ഛാ, അമ്മ, ഞാനൊരു പുതിയ വാർത്തയായിട്ടാ വന്നിരിക്കുന്നത്. എപ്പോഴും വരാറുള്ളത് വാർത്തയായിട്ടാണല്ലോ. ഇന്നെന്താ പ്രത്യേകിച്ച് മോളെ? അതായത് നാളെ നടക്കാൻ പോണ ടൗൺ ഹാൾ സെറിമണി 2024 ഒരു വികസനം നമ്മൾ നടത്താൻ പോണേ. ഞാൻ വേഗം പറ മോളെ. എല്ലാവരും ക്ഷണിക്കുന്നുണ്ടോ? തീർച്ചയായും മോള് പറ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മഹത്തായ കാർഷിക പാരമ്പര്യം പേരുന്ന കേരളത്തിന്റെ മണ്ണിൽ കർഷക പ്രതിഭകൾക്ക് ആദരവൊരുക്കുന്നു. കർഷക അവാർഡ് 2024 സ്പെഷ്യൽ കാറ്റഗറി 6 പ്രതിഭകൾക്ക് നൽകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രമുഖനും പാരമ്പര്യ കർഷക തൊഴിലാളിയുമായിരുന്ന ശ്രീ ദാമോദരൻ നമ്പ്യാരുടെ മകൻ സുധാകരനെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച കർഷകനായി തെരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സന്തോഷ മുഹൂർത്തത്തിൽ എല്ലാവരും അവളെ ഞാൻ അറിയിച്ചു കൊടുക്കാം. പിന്നെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് ഉദ്ഘാടനം ഇതൊക്കെ ഉണ്ടായി. ശരി അച്ഛാ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇക്കൊല്ലത്തെ ഇലക്ഷനിൽ എവിടെ മത്സരിക്കുന്നുണ്ട്. നല്ല കാര്യം. പാർട്ടി ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ. ഒരു പക്ഷേ നമ്മുടെ മണ്ഡലത്തിലായിരിക്കും അവൾ മത്സരിക്കുക. ഇവിടെയാകുമ്പോൾ അച്ഛൻ്റെ പേരും തറവാട്ടിന്റെ മഹിമയും അവൾക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ കഴിയുമല്ലോ. അച്ഛൻ എന്ത് പറയുന്നു? വേണ്ട സുൽത്താനെ. സ്വന്തം പ്രയത്നത്തിലൂടെയും സ്വന്തം പേര് സമ്പാദിക്കുന്നതിലൂടെയും ആയിരിക്കണം നമ്മുടെ വിജയസാധ്യതകൾ കണ്ടെത്തുക. അല്ലാതെ മറ്റുള്ളവരുടെ മണ്ണിൽ ആവരുത്. സ്വയം പ്രയത്നിക്കട്ടെ, അവൾ പേര് സമ്പാദിക്കട്ടെ, എന്നിട്ട് വോട്ട് നേടട്ടെ. അപ്പോൾ കുടുംബത്തിന് മതിയൊക്കെ അവരുടെ കൂടെ ഒത്തുചേരുന്നു. അച്ഛൻ പറഞ്ഞതാ ശരി മോനെ. നിന്റെ അധ്വാനത്തിലൂടെയല്ലേ നീ ഈ പേര് സമ്പാദിച്ചത്. അതുപോലെ അവള് ഒരു ജനസേവക എന്നുള്ള പേര് അവള് സമ്പാദിക്കട്ടെ. അവര് രണ്ടുപേരും പറഞ്ഞത് പരമാർത്ഥമാണ്. ശ്രീജയെ നോക്കൂ, അവൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം പ്രയത്നത്താൽ അവൾ ഇരിക്കുന്നില്ലേ? പിന്നെ അച്ഛാ, എന്താ മോളെ? ഈ വർഷത്തെ ഏറ്റവും മികച്ച ഔദാര്യമുള്ള അവാർഡ് ഈ പ്രാവശ്യം എനിക്കാ. ഓഹോ. സ്വർണ്ണ പതക്ക. വെരി ഗുഡ്. ഇത് അച്ഛന് എന്റെ വക അത് വേണ്ട. മോളുടെ ഭർത്താവിന്റെ അച്ഛനിലെ അമ്മയും അദ്ദേഹമാണ് ഈ അവാർഡിനെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം, ഈ അവാർഡ് അദ്ദേഹത്തിന് അച്ഛൻ പറഞ്ഞതാ ശരി മോളെ. അത് അദ്ദേഹത്തിന് നൽകി. മിക്കവാറും നമ്മളിപ്പോ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് പലരും പലരും തമ്പ്രാനെ ആശ്രയിച്ചിരിക്കുന്ന ഈ ഞാൻ എന്താ കാര്യം? എനിക്കൊരു സമ്മാനം, പിന്നെ നിന്റെ വക പ്രത്യേക ഒരു സമ്മാനത്തിന്റെ ആവശ്യമുണ്ട്. എന്നാലും എന്നാ തമ്പ്രാൻ ഇത് പിടിച്ചോ. എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്താ തന്നോളൂ, സ്വീകരിക്കാം. താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ താനിന്നേ തന്നകറാനേ. ആടുന്നേനൊരു കാണൻ
നാടിൻ്റെ നേരിൻ്റെ പ്രാണൻ പല്ലപ്പാടുടി കൊട്ടും പാട്ടിൻ്റെ നേരിയ പ്രാണൻ താനിന്നേ തന്നകതാനേ 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 അങ്കത്തണ്ടിരുവക്കെ എത്ര നാളായി ഈ സ്വരം ഒന്ന് കേട്ടിട്ട്. അതല്ലേ കുട്ടി ഞാൻ പാടിയെന്ന് തമ്പ്രാനൊരു പിറന്നാൾ സമ്മാനവും. ഗോപാലങ്ങളെ നന്നായിട്ട് പാടിയിട്ട് ആ, മോളെ. നന്നായിട്ടുണ്ടായിരുന്നു. അച്ഛാ, എന്താ മോളെ? ആരോ വരുന്നുണ്ട്. ഞങ്ങള് അകത്തേക്ക് പോട്ടെ. അതെല്ലാം എടുത്തോളൂ. ഇതൊക്കെ എടുത്തോളൂ. ഗോപാല, ആ ക്ലാസ്സിലുള്ള പ്രോഗ്രാമായി. അപ്പോ ഞാൻ ചിലപ്പോഴൊക്കെ കയറി വരണം. ഓ വരാം വരാം. അപ്പൊ അങ്ങനെയാട്ടെ. ആരാ? പരിചയമില്ലല്ലോ. പരിചയം കാണില്ല. ഒരു സഞ്ചാരി തീർത്ഥയാത്രയിലായി ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ ഈ ദേശത്ത് പറ്റി ഇവിടുത്തെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നാട്ടിൽ നന്മകൾ മാത്രം ദാനം ചെയ്യുന്ന ഒരു മഹത്വ്യക്തിയുടെ ജന്മദിനമാണ് ഇന്ന്. എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഇവിടെ ജന്മദിനമാണ്. ഈ ശബ്ദം ഒരുപാട് പരിചയമുള്ളത് പോലെ തോന്നുന്നല്ലോ. പരിചയം കാണില്ല. ഒരു സഞ്ചാരി അങ്ങനെ കരുതിയാൽ മതി. വലിയ ആർഭാടമൊന്നുമില്ല. ജന്മദിനമാണെങ്കിലും ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായോ ഒന്നും പ്രതീക്ഷയല്ല ഞാൻ വന്നത്. ഒരു സഞ്ചാരി എന്ന് മാത്രം കരുതിയാൽ മതി. ഇവിടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമായിരുന്നു. ദേശവാസികൾ വളരെയധികം ആദരിക്കുന്ന വ്യക്തിയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും അദ്ദേഹത്തിൻ്റെതായ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ആരാണ് ഇദ്ദേഹം? മനസ്സിലായില്ല. ഞാൻ കുര്യാക്കോസ് മുതലാളി എന്ന് ചിലർ വിളിക്കും. ബിസിനസ്സാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെ അപ്പനാണ്. ഞാൻ മുഴുവൻ ഗോപാലൻ. സഹപാഠിയാണ്. എന്റെ കൂട്ടുകാരൻ. ശരിയാണ്. സഹപാഠി എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചവന്റെ അർത്ഥമുള്ളൂ. സുഹൃത്തെന്ന് പറയുമ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം തിരിക്കുന്നുണ്ട്. രക്തബന്ധത്തെക്കാൾ ഗാഠത ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ് ഗുരുജി. സ്വന്തം ജനിപ്പിച്ച മക്കളാൽ എല്ലാം നഷ്ടപ്പെട്ട് വീട് വിട്ടിറങ്ങേണ്ട ഒരു പാവമാണ് ഞാൻ. ഒടുവിൽ തെരുവിൽ പാടി വിശപ്പടക്കാൻ നടക്കുമ്പോൾ ഒടുവിൽ അറിയാതെ ഈ കാൽ കീഴിൽ ഞാൻ എത്തിച്ചു. തന്റെ ഒരു പഴയ സഹപാഠിയെ മനസ്സിലാക്കി തമ്പ്രാൻ എന്നെ കൂടെ കൂട്ടി. എല്ലാം കൊണ്ടും സംതൃപ്തമായ ഒരു കുടുംബമായിരുന്നു. മക്കളാൽ ചതിക്കപ്പെട്ട് വീട് വിട്ട് മക്കൾ അമേരിക്കയിലേക്ക് പോയി. ഞങ്ങൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഒടുവിൽ എന്റെ പുള്ളുവത്തി മക്കളെ ഓർത്ത് കരഞ്ഞ് അവൾ എന്നെ വിട്ടു പോയി. അതിനെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടത് ഇതിനെ സ്നേഹിച്ച് സ്വന്തമായി കഴിയും. ശരിയാണ്. ഇന്നത്തെ ആശയും ആശ്രയവും ഈ തമ്പേര. നല്ലതേ വരും. ഗോപാല, തങ്ങളുടെ തമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതി ഏതെന്നോ മതമേതെന്നോ വേർതിരിവില്ലാതെ സഹായിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. മതം സാമൂഹികമാണ്, ആത്മീയത വ്യക്തിപരവും.
മതത്തിന്റെ മഹത്വം എണ്ണത്തിലാണെങ്കിൽ ആത്മീയതയുടെ മഹത്വം ഗുണത്തിലാണ്. ഒന്ന് ശക്തിയെ ബലപ്പെടുത്തുമ്പോൾ മറ്റേത് വിനയത്തിൽ അലിഞ്ഞു ചേരുന്നു. ഒന്ന് വിഭജിക്കുമ്പോൾ മറ്റേത് ഒത്തിച്ചേരുന്നു. ഉന്നതമായ ആശയങ്ങൾ പേരുന്ന മതം അക്രമമാകുമ്പോൾ ഉന്നതമായ ആശയങ്ങൾ പേരുന്ന വ്യക്തി ആത്മീയതയിലൊന്നും വലിയ അറിവില്ല, ഉള്ളതുകൊണ്ട് സമാധാനമായി ജീവിച്ചു പോകുന്നു. തകരാനും തകരാനും എന്ന മനുഷ്യൻ നാം നമ്മെ തളർത്തിയാൽ നാം തന്നെ ആത്മീയ സ്വയം ബന്ധുവാകുന്നു, സ്വയം പ്രകാശമാകുന്നു. തൃപ്തിയായ ജീവിതം നയിക്കുന്ന തൃപ്തിയാണ് ജീവിതത്തെ ജീവിതമാക്കുന്നത്. ലഭിച്ച നന്മകളെ കാണുന്നത് നന്മകൾ കാണാതെ ഇല്ലാത്തതിനെ തേടി നിങ്ങൾക്ക് പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ് ലോകജ്ഞാനമില്ലാത്ത ഞാൻ എന്തു പറയാനാണ്? ഗുരുജി പറഞ്ഞത് പരമാർത്ഥമാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവന്റെ അഹന്തയിൽ ജീവിക്കുന്ന ഒരു ഭാവിയാണ് ഞാൻ. ഗുരുജി, അങ്ങയുടെ വാക്കുകൾ എന്നെ സംബന്ധിച്ച് എത്രയോ അന്വർത്ഥമാണ്. കുര്യാക്കോസിന്റെ വാക്കുകൾ ഞാൻ കേട്ടു, ഗുരുജിയുടെ വാക്കുകൾ ഞാൻ കേട്ടു. ഇനി വേറൊരു ജീവിതമില്ലാത്ത ഞാൻ എന്ത് നേടാനാ? മനുഷ്യൻ ഒരു പരിമിതി തന്നെയാണ്. ആ പരിമിതി പരിധി വിടാതെ കാത്തുനിർത്താണ് ആവുന്ന ജീവിതങ്ങൾ സംജാതമാകുന്നത്. എന്നെ വല്ലാത്ത സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെയോ മുറിഞ്ഞു വീണ ഒരു കയറിന്റെ കഷ്ടം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊരു സാധാരണ വിദ്യാഭ്യാസം തോന്നലുകളല്ല, സത്യമാണ്, സത്യമായ പരമാർത്ഥം. ഞാൻ ആ പാദങ്ങളൊന്ന് തൊട്ടോട്ടെ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രസിദ്ധമൊന്നുമല്ല. ഒരു സാധാരണക്കാരൻ നിങ്ങളെ എന്താണ് ഗുരുജി പറയുന്നത്? അതിനുള്ള പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഞാനായിരുന്നു. തോന്നും. നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാറുള്ളത് നിങ്ങളുടെ അനുജനായിരുന്നില്ലേ? അവന്റെ ഓർമ്മകൾ മനസ്സിൽ വന്നതായിരിക്കും.
എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് അകത്ത് വിശ്രമിക്കണം. ശ്രീജ ഇങ്ങോട്ട് വിടാം. എന്തോ സംസാരിക്കാനുണ്ടല്ലോ. സുഖമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നാലും ചോദിക്കുന്നു, മോൾക്ക് സുഖമല്ലേ? സുഖമായി തന്നെ ഇരിക്കുന്നു എന്നിരിക്കാം. അപ്പൻ എന്താണ് പറഞ്ഞു വരുന്നത്? മോൾക്ക് എന്റെ കൂടെ വന്നുകൂടെ? വേണ്ട അപ്പ. മോളെ, തെറ്റെന്റേതാണ്. വിവാഹത്തിന് മുമ്പ് പറയേണ്ട പല കാര്യങ്ങളും ഞാൻ മോളിൽ നിന്നും മറച്ചു വെച്ചു മോളെ. കാരണം അവൻ മോൾ വരുമ്പോൾ ഇത് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. കോളേജിൽ കണ്ടു, ഇഷ്ടം തോന്നി, പരിചയപ്പെട്ടു. അതല്ലാതെ കൂടുതലൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പ. അന്വേഷിച്ചില്ല എന്ന് തന്നെ പറയാം. മോളെ, കോളേജിൽ വെച്ച് അവൻ ആരും അറിയാതെ മയക്കുമരുന്ന് കച്ചവടം നടത്തി. അവൻ പലരിൽ നിന്നും പണം കടം വാങ്ങാൻ തുടങ്ങി. കേസും കൂട്ടവുമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കേണ്ടി വന്നു മോളെ. ഇതെല്ലാം ഞാൻ മോളുടെ അടുത്ത് നിന്ന് മറച്ചു. അപ്പൻ പറയണമായിരുന്നു. അവൻ വളരുമ്പോൾ അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പക്ഷേ അവൻ വളരുമ്പോൾ അവൻ വഴിമാറുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല മോളെ. ഞാൻ അവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ലോണയുടെ വഴിയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ പലതവണ സംസാരിച്ചു. പരിചയത്തിലാകാത്തപ്പോൾ പറഞ്ഞത് കേൾക്കാതായപ്പോൾ ഞാൻ സ്വയം പിന്മാറി. അപ്പനോട് പോയി പറയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. അവൻ വളരെ വയലിന്റെ അംഗീകരിച്ചു. ആവശ്യപ്പെട്ടുള്ള സഹോദരൻ അവൻ പലരിൽ നിന്ന് പണം കടം വാങ്ങി. എന്റെ മകനെന്ന പേരിൽ പലരും വൻ തുകകൾ തന്നെ അവൻ കൊടുത്തു. അതിൽ നിന്ന് ഊരാൻ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ വിറ്റു അവന്റെ കടവിൽ. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പ. ഇപ്പൊ എങ്ങനെയുണ്ട് ജോലിക്ക്? എന്നിട്ട് അവന്റെ കുറെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ദിവസം വഴിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരികയാണ്. അവൻ ആവശ്യപ്പെടുന്ന തുക ഞാൻ നൽകാതായപ്പോൾ അവനൊരു ടാങ്കറെ പോലെ അലയുകയായിട്ട് പോലെ അപ്പ ഇനി കൂടുതലൊന്നും പറയണ്ട. അങ്ങ് പോയിക്കോളൂ. ഞാൻ പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പ. വേണ്ട അപ്പ. വേണ്ട. ഞാൻ തീർച്ചയായും വരാം. വരാന്ന് പറഞ്ഞില്ലേ? വരണം. മോള് വന്ന് അവനെ ഒന്ന് കാണണം. അവന് പക്ഷേ പശ്ചാത്താപം തോന്നിയാലോ? ഇതെല്ലാം ഒരപ്പന്റെ ആശ്വാസവാക്കുകളാണ് മോളെ. ഞാൻ തീർച്ചയായും വരാം അപ്പ. മോള് തീർച്ചയായും വരണം. മോള് വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ അപ്പൻ പോവുകയാണ് മോള്. മോള് വരണം.
നിങ്ങൾ അമ്പലത്തിൽ ഇപ്പോൾ പാടുന്നത് കേട്ടല്ലോ. ഞാനും കൂട്ടത്തിൽ കണ്ടു പരിചയമുള്ളൊരു മുഖം. എന്നാൽ നേരെ കണ്ടാൽ കൊള്ളാൻ വേണ്ടി നേരെ ഇവിടേക്ക് പോകുന്നു. എന്നെ ഇതിനു മുമ്പ് പരിചയമുണ്ട്. അമ്പലത്തിൽ താങ്കളെ പറ്റി വലിയ വലിയ വാക്കുകൾ പറയുന്നത് കേട്ടു. എന്നാൽ നേരിൽ കാണാമെന്ന് കരുതി. ഈ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ളത്. കേട്ട് കാണും. സോപാന സംഗീത വിദ്വാനല്ലേ നാം? ലോകത്തെ ഒരുവിധപ്പെട്ട അമ്പലങ്ങളിലൊക്കെ നാം പാടിയിട്ടുണ്ടേ. ശബ്ദം കേട്ട് കാണും. അതിപ്പോ എന്താ അത്ഭുതം? ഈ മുഖം ഇതിനു മുമ്പ് ഞാൻ വളരെ അടുത്ത് പരിചയം മറന്നുപോയിട്ടുണ്ട്. എനിക്കെങ്ങനെ തോന്നില്ലല്ലോ. ചിലപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ തോന്നാം, അല്ലെങ്കിൽ തോന്നാറില്ല. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എനിക്കൊന്ന് പറഞ്ഞു. നിങ്ങൾ ആരാ? ഇനി ഞാൻ കൂടുതൽ ചുറ്റിക്കണില്ല. ഒരു ഉണ്ണിയെ പരിചയമുണ്ടോ? ഏതുണ്ണി? ഉണ്ണികൃഷ്ണൻ. ഒന്ന് ഓർത്തു നോക്കൂ. ഉണ്ണികൃഷ്ണൻ. ആ ആ അതെ, ആ ഉണ്ണി തന്നെ. ഓർമ്മയിലുള്ള ആ ഉണ്ണിയൊന്ന് ഓർത്തു നോക്കൂ. ഉണ്ണികൃഷ്ണൻ. തോട്ടമംഗലം ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ ഒന്നിച്ചൊരു ബെഞ്ചിൽ പഠിച്ചേ ആ ഉണ്ണി തന്നെ. ഉണ്ണികൃഷ്ണ പൊതുവാൾ എന്ന ആ ഉണ്ണി, ആ പൊതുവാൾ. എടാ, ഉണ്ണികൃഷ്ണൻ പൊതുവാള്. നീ ഇത്രയും കാലം എവിടെയായിരുന്നടാ? 10-60 കൊല്ലമായില്ലേ നീ ഇവിടുന്ന് പോയിട്ട്? എന്നിട്ട് ഈ നാട്ടുകാരെയും നാട്ടിലെ ആൾക്കാരെയും നീ ഒന്നും മറന്നില്ലല്ലോ. എനിക്കൊരിക്കലും മറക്കാനാവില്ല. വാശിക്ക് നാട് വിട്ടെങ്കിലും ഇവിടുത്തെ ഓർമ്മകളായിരുന്നു എന്നും. ഞാൻ ഓരോ പണികൾ കയറുമ്പോഴും നിങ്ങളെയൊക്കെ കണ്ണീരുടെ ഓർക്കാറുണ്ട്. നീ ഇവിടുത്തെ കാര്യങ്ങൾ പലതും അറിയുന്നുണ്ടായി. ആദ്യം ഒന്നും അറിഞ്ഞിരുന്നില്ല. വാശിക്ക് വീട് വിട്ടതല്ലേ, അന്വേഷിച്ചില്ല എന്ന് എന്താ പറയാ. നീ ഇവിടെ നിന്നെ അന്വേഷിച്ച് നമ്മൾ നാട്ടുകാർ ഒരുപാട് അന്വേഷിച്ചു. പത്രങ്ങളിലും കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്തു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഈ അച്ഛനും താഴ്മായിട്ടും നാട്ടുകാരെ പരിചയപ്പെടുത്തുന്ന എല്ലാ സമയങ്ങളും നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ ഞങ്ങൾ എല്ലാ പത്രത്തിലും കൊടുത്തിരുന്നു. എന്നാലെങ്കിലും നീ ഒന്ന് തിരിച്ചു അവിടെ നടന്നു ശൂന്യമായി. ഞാനിവിടെ നിന്നു നേരെ പോയത് എന്നുവരുടെ കാര്യം സംഗീതം പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഇവിടെ നിന്നുള്ള പോക്ക്. സംഗീതത്തിൽ താല്പര്യമില്ലാത്ത അച്ഛന് എന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണണം. എന്റെ ലക്ഷ്യവും അച്ഛന്റെ ആഗ്രഹവും ഒത്തുപോയില്ല എന്ന് വന്നപ്പോൾ എനിക്കിതേ തരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രകലാ പീഠത്തിൽ. അവിടെ അമ്പലപ്പുഴ വിജയകുമാറിന്റെ ശിക്ഷണത്തിൽ സോപാന സംഗീതം പഠിച്ചു. അവിടെ പഠിച്ചതിന് ശേഷം പ്രമുഖരായ വിദ്വാൻമാരോടൊപ്പം രാജ്യത്തുടനീളം പര്യടനം നടത്തി. പിന്നെ പതുക്കെ സ്വയം പരിപാടികൾ ചെയ്തു തുടങ്ങി.
കാരണം പല പരിപാടികളും മുൻകൂട്ടി ബുക്ക് ചെയ്തായിരുന്നില്ലേ? നിങ്ങൾക്കൊരു തറവാടുണ്ടായില്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? വൃന്ദാവന കുടീരം. വൃന്ദാവന കുടീരം. ഇനി ആ വൃന്ദാവന കുടീരം എന്നും വളരെ ഭംഗിയായി നമ്മുടെ നാട്ടുകാർ സംരക്ഷിച്ചു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും എനിക്ക് അങ്ങോട്ടേക്കൊന്നും പോകണം. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. വാ, നോക്ക് ആരാണെന്ന് തീരെ മനസ്സിലാവുന്നില്ലല്ലോ. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ മുഴുവൻ പോവാന് ആളായി അടുത്ത് ഇത്രയും കൊല്ലം ഉണ്ണി ഉണ്ണി ആ മറ്റേ മുട്ടുന്ന സോപാനമുള്ളി സോപാനം. എടാ ഉണ്ണി, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? ആ, എന്നെ കണ്ടിട്ട് എത്ര കാലായി? 60 വർഷം കഴിഞ്ഞു. ഇവന്റെ ഒരു പാട്ടാ ഇവിടെ നിന്നോ. ഇവൻ ഞാൻ ആ കാലത്ത് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഈ സോപാനം ഞാൻ പാടുന്നത് ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു പരിചയമുള്ള ശബ്ദമാണ്. ഇപ്പോഴല്ലേ അതിന്റെ സത്യം മനസ്സിലായത്. അപ്പോ നിന്റെ മുരളി മോഹന കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ഇതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഒന്നും മറന്നിട്ടില്ല അല്ലേ? എങ്ങനെ മറക്കാനോടാ? ആയുസുള്ള കാലത്തോട് അതൊക്കെ മറക്കാൻ പറ്റുമോ? എവിടെ മറക്കാൻ? അപ്പോ നിന്റെ ഒരു പാട്ടായിക്കൂടെ? ആയിക്കോട്ടെ. പിന്നെ പാടോ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർഘ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം വന്ദേ വന്ദേ മുകുന്ദ ഹരേ വന്ദേ കൃഷ്ണ വന്ദേ കണ്ണ വന്ദേ കൃഷ്ണ വന്ദേ കള്ള ഹരേ വന്ദേ 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 ഒന്നും
ഈ മുഖം പരിചയമുണ്ടോ? ഞാനും ഈ നാട്ടിൽ തന്നെ ആയിരുന്നില്ലേ? പ്രത്യേകിച്ച് ചോദിക്കണോ? ആ, ഇത് എൻ്റെ ഭാര്യ ടീച്ചറാണ്. ടീച്ചറുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഗുമസ്തനായിരുന്നു. അദ്ദേഹം റിട്ടയർഡായി നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അങ്ങനെ ടീച്ചർ പോകാതെ ഇവിടെ എങ്ങനെ സംഭവിച്ചു? അതൊക്കെ വലിയൊരു കഥയാണ്. ഞാൻ പറയാം. ടീച്ചറുടെ കാര്യം നമ്മുടെ സുഹൃത്തിന് വല്ല ടിക്കാനെന്ന് സമ്മാനം തന്നെ ആയിക്കോട്ടെ. അതെ, നമുക്ക് എടുത്തോളൂ. എടാ, അവൾ അന്ന് വളരെ ചെറുപ്പമായിരുന്നില്ലേ? നീ അന്ന് മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു കാടനെ കൊണ്ടായിരുന്നല്ലോ. നീ അന്ന് കമ്മ്യൂണിസം കൊണ്ട് നടക്കുകയായിരുന്നില്ലേ? നിന്റെ ഒരു കർഷക സമരവും ചിന്താവാദവും പ്രത്യയശാസ്ത്രമൊക്കെ ആയി എങ്ങനെ മാറി നീ? ആ വീടും വാശിയൊക്കെ എവിടെ പോയി? കമ്മ്യൂണിസത്തിൽ നിന്ന് നീ എങ്ങനെ മാറിയത്? അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. അത് ഒരു വലിയൊരു നീണ്ട നോവൽ പോലെ പറയേണ്ടി നിനക്ക് അവളോട് പ്രേമം ഉണ്ടായിരുന്നില്ല. അതും ശരിയാണ്. പഠിപ്പിച്ചെന്നല്ല വിളിക്കാറ് തന്നെ. അതൊരു വലിയൊരു കഥയാണ്. അവൾ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് എന്റെ പാർട്ടി ഓഫീസിൽ ഒരു കത്ത് 2 വരി എഴുതി. പാടത്ത് വെച്ച് കാണണം, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഞാൻ എന്നിട്ട് എനിക്ക് ആദ്യം ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. എന്നാലും ധൈര്യം സംഭരിച്ച് ഞാനങ്ങ് പോകും. കേട്ടോ, നമുക്ക് കാണാം. തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ നേരം വെളുത്തില്ല പെണ്ണെ നേരോടടുത്തില്ല പെണ്ണെ ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ ദൈതൈ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ തിത്തൈതൈതൈതൈതാരോ തകതൈതൈതൈതൈതാരോ നേരം വെളുത്തില്ല പെണ്ണെ നേരോടടുത്തില്ല പെണ്ണെ ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ ദൈതൈ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ കാണ്ടിച്ചിലമ്പി കാണാൻ നോക്കല്ലേ പെണ്ണെ ദൈതൈ മഴ വന്നു വിളിച്ചിരുമ്പോൾ ഇടപാതിയ കേട്ട നേരം തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തെക്കുനാട്ട് വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടുപോയിക പടിഞ്ഞാറേ തറപുറ്റത്ത് കുലദേവിയെ കണ്ട നേരം തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തെക്കുനാട്ട് വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടുപോയിക പടിഞ്ഞാറേ തറപുറ്റത്ത് കുലദേവിയെ കണ്ട നേരം തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ എന്നമ്മ പൊന്നമ്മ മലകാളി ദേവികളെ അയ്യയ്യോ അയ്യയ്യോ എലകൂടിയ ചോരമതി തിത്തൈതൈതൈതാരോ തകതൈതൈതൈതാരോ
തകതൈ ദൈ ദൈ ദൈ. ഏനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല കമ്പ്രാന്മാർ വന്നെന്ന് ഉള്ളേറ് ചൊല്ലുന്നേ. ഞാൻ നാട്ടിൽ പോന്നെ 2-3 ദിവസം കഴിഞ്ഞാ പോവും. പരീക്ഷയ്ക്ക് കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞ റിസൾട്ട്. ഇംഗ്ലീഷായി പരീക്ഷയ്ക്ക് നല്ലതായിരുന്നു. പിന്നെ എന്താവും? കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം മറക്കോ? ഇല്ല ഇല്ല. ആരെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. വാ വാ. ഏനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല കമ്പ്രാന്മാർ വന്നെന്ന് ഉള്ളേറ് ചൊല്ലുന്നേ. എന്താ തിരക്കിലാണോ? ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എവിടെയെങ്കിലും പിടിച്ചു തള്ളും. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. അച്ഛനെയും കൊണ്ട് അമ്മയും കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അച്ഛനും അമ്മയും മനസ്സോട് സമ്മതിക്കണമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിച്ചിരിക്കുന്നു. എന്താ മാഷെ പറയുന്നത്? എന്ത് സമ്മതിച്ചു എന്നാ പറയുന്നത്? ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ
നിനക്ക് എതിർപ്പില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊക്കെ ആലോചിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? അതെ, നിന്റെ അച്ഛന്റെ ആത്മാർത്ഥ സേവകനാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? അത്രയും കടപ്പാട് ഞങ്ങൾക്ക് നിന്റെ കുടുംബത്തോടുണ്ട്. ശരിയായിരിക്കാം. ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് എന്റെ കൈകൾ. അതിനായി കാണുന്നത് നിന്റെ അച്ഛനെയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം വന്നതിന് ശേഷമാണ് എന്റെ വിശേഷങ്ങൾ എന്റെ വിദ്വത്വം കൊണ്ടോ വിനയം കൊണ്ടോ എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉടമസ്ഥനായ ഒരു ജോലി തരപ്പെടുത്തി തന്നു. ശരിയായിരിക്കാം. അതുകൊണ്ട് കാലം കഴിഞ്ഞപ്പോൾ വേറൊരു വിവാഹം കഴിക്കാൻ പോകും. തിരിച്ചു വരുമ്പോഴത്തേക്കും താമസിക്കാൻ വേറൊരു വീട് ശരിയാക്കി തന്നു. അതൊക്കെ കാര്യങ്ങളുടെ നിലനിൽപ്പിനനുസരിച്ച് എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെ ചെയ്തു കാണും. അതിലൊക്കെ എന്താണ് ഇത്ര അത്ഭുതം? ആ കടപ്പാട് ഒരിക്കലും തീർക്കാൻ പറ്റില്ല മോനെ. കടപ്പാടല്ല, അത് എൻ്റെ അച്ഛൻ്റെ ഒരു കടമ മാത്രമായിട്ട് കരുതിയാൽ മതി. ഇതൊന്നും ഒരു പ്രായച്ചിത്തമേ അല്ല. പറയൂ, എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ എന്താ തീരുമാനം? എന്താ ഇത്? നിങ്ങൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് അവളുടെ കഴുത്തിൽ ചേർത്തു. മാഷേ, എന്നൊരു ചക്ര ദീപത്തിലാക്കരുത്. നിനക്ക് സമ്മതമാണോ? അതെ. സമ്മതം, ചേർത്തു.
അച്ഛനോ? നിങ്ങളുടെ അച്ഛൻ ഇവിടെയാണോ? അതെ സാർ, എൻ്റെ അച്ഛൻ ഇവിടെയുണ്ടെന്ന് അന്വേഷിച്ച് അറിഞ്ഞു തന്നെ വന്നതാണ്. മാറിപ്പോയതായിരിക്കും. ഇല്ല സാർ. അന്വേഷിച്ച് തന്നെയാണോ ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതെ സാർ. മോനെ, ഇവിടെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരൻ ഞാനാണോ നിങ്ങളുടെ അച്ഛൻ? സാറല്ല സാർ. പിന്നെ ഗോപാലനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. അതിന് അദ്ദേഹത്തിന്റെ മകൻ അങ്ങ് ഗൾഫിലല്ലേ? ആ വിദേശത്തുള്ള മകനാണ് ഞാൻ, ശശിധരൻ. സാർ, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ ഒക്കുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് അത്രയും ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ് സാർ, അന്ന് അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. ഒരു പ്രായശ്ചിത്തം കൊണ്ടോ ഒരു മാപ്പ് പറച്ചിൽ കൊണ്ടോ തിരിച്ചു വരുന്നതാണോ ജീവിതം? സാർ ഒരു പ്രാവശ്യം അച്ഛനെ വിളിക്കും. സാറ് വിളിച്ചാൽ അച്ഛൻ വരും. ഞാൻ വിളിച്ചു നോക്കാം. ഗോപാല, ഗോപാല, എന്തിന് വേണ്ടി ഇനി എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറയൂ തമ്പ്ര. അവനായിട്ട് സംസാരിച്ചു. നമ്മുടെ ഗുരുജി എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞതൊക്കെ മറക്കുക, നാളത്തെ ചിന്തിച്ച് പുതിയൊരു ജീവിതം കൊണ്ട് പോവാൻ. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ഞാൻ ഇന്നത്തെ ഓർത്ത് ജീവിച്ചോട്ടെ. അച്ഛാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇതാ നമ്മുടെ വീട്ടിന്റെ താമസം. ഏത് വീട്ടിലേക്ക്? എല്ലാം കുഴിച്ചു മൂടിയ മണ്ണിലോ ആ ശ്മശാനത്തേക്കോ? എല്ലാം പോയില്ലടാ. അച്ഛൻ അമ്മയെ കൂടി വിളിക്കും. എനിക്ക് എല്ലാവരോടും എല്ലാം തുറന്നു പറയണം. നിന്റെ അമ്മയെയോ? എവിടുന്ന് വിളിക്കൂടാ ഞാൻ അവളെ? ആകാശത്ത് നിന്നോ അതോ സ്വർഗത്തിൽ ചെന്നോ? നീ പറയടാ. അച്ഛാ, ചിലപ്പോൾ അവനൊന്നും അറിഞ്ഞു കാണില്ല. എന്തു പറ്റി എന്റെ അമ്മയ്ക്ക്? എന്തു പറ്റി? നീ എല്ലാം പോയടാ. അവിടെ നമ്മൾ വിട്ടു പോയി. നിന്നെ ഓർത്ത്, മക്കളെ ഓർത്ത് അവള് നേരി അവള് നമ്മളെ വിട്ടു പോയടാ. എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ അച്ഛാ. ഞാൻ എന്തൊരു പാപിയാണ്. എടാ, അവൾ അവസാനമായി പറഞ്ഞ എന്താണെന്ന് നിനക്കറിയോ? അവൻ വരും, എന്റെ മകൻ വരും. ഞാനൊന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അവനെ വേദനിപ്പിക്കരുതെന്ന്. ഞാൻ എന്താ പറയാ? അവളുടെ വാക്കുകളോർത്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ. അവനും ചിലപ്പോൾ അച്ഛാ, എനിക്കും അച്ഛനോട് പറയാനുള്ളൂ. ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. എന്താ ഉണ്ടായത്? ഞാൻ കോളേജിൽ ഹൈമാർക്കിൽ പാസ്സായത് അച്ഛൻ അറിയില്ലേ? അറിയാം. എന്നിട്ട് എനിക്ക് ഹയർ സ്റ്റഡീസിന് എറണാകുളം പോകണമെന്ന് മോഹമുണ്ടായി. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും എനിക്ക് അമേരിക്കയിൽ പോകണം, അതിന് പണം വേണമായിരുന്നു. ശരിയാ, എനിക്കതിന് താങ്ങില്ലെന്ന് എനിക്കറിയാല്ലേ. പിന്നെ നിന്റെ അമ്മയും അമേരിക്കയിലേക്ക് നിന്നെ പറഞ്ഞു വിടില്ലാന്ന് എനിക്കറിയാം. ഞാൻ പല വഴികളും ചിന്തിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ പല ബാങ്കുകാരെയും സമീപിച്ചു. ബാങ്കുകാർ അങ്ങനെ ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ഭൂമിയുടെ പുറത്ത് ലോൺ തരാമെന്ന്. അച്ഛനാണെച്ചാൽ അത് സമ്മതിക്കില്ലാമെന്നും എനിക്കറിയാം. ശരിയാ, മൂർത്തിക്കാൻ തീരുമാനിച്ചോ? നമ്മുടെ ആധാരം വെറുതെ കിടക്കില്ല അച്ഛൻ നമ്മുടെ വീട്ടിൽ. ഞാൻ ബാങ്കിനെ സമീപിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അതിൽ അച്ഛൻ്റെ ഒപ്പ് അത്യാവശ്യമാണ്. കള്ളൊപ്പിട്ട് കൊടുത്തു അല്ല ദ്രോഹി. പറഞ്ഞ സ്ഥലത്തെല്ലാം ഞാൻ അച്ഛൻ്റെ ഒപ്പ് അയച്ചു കൊടുത്തു. അവരെനിക്ക് 40 ലക്ഷം രൂപ തരികയും ഞാൻ അമേരിക്കയിൽ പോവുകയും പഠിപ്പെല്ലാം കഴിഞ്ഞ് സുഖം വെച്ച് നമ്മുടെ വീടും പറമ്പും തിരിച്ചെടുക്കാമെന്നുള്ള മോഹമായിരുന്നു അച്ഛ. എന്നിട്ട് കിട്ടിയോ? ഒപ്പിട്ട് കൊടുത്തവരെ എനിക്ക് 40 ലക്ഷം രൂപ ബാങ്കുകാർ തരികയും ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കുകയും എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൽ ആദ്യത്തെ ശമ്പളം ബാങ്കിൽ കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ പേരിൽ അങ്ങനെ
ഒരു ലോണില്ലെന്ന് അതെന്താ അങ്ങനെ? പിന്നെ എവിടെ നിന്ന് കിട്ടണം നിനക്ക് 40 ലക്ഷം? അന്ന് ഞാൻ ആ വീടുമ്പം വീട്ടുകാരുടെ ഇറക്കിയതായി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് ബാങ്കുകാർ വീട് ജപ്തി ചെയ്ത് ഇറക്കി വിട്ടെന്ന് അതെടാ, ഞങ്ങളെ അവരെ ഇറക്കി വിട്ടു. ഒടുവിൽ ജീവിക്കാൻ വേണ്ടി തെണ്ടി നടക്കുന്നപ്പോ ഈ തമ്പുരാനാണ് ഒരു ജീവിതം തന്നത്. എല്ലാം എന്റെ സമയദോഷമായിരുന്നു അച്ഛ. എനിക്ക് മാപ്പ് തരല്ലേ അച്ഛ. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആലോചിക്കണമായിരുന്നു. എടാ, മാപ്പ് തരേണ്ടവർ പോയില്ലടാ. ഇനി ആരാ മാപ്പ് തരേണ്ടത്? ഇതാ നമ്മുടെ വീട്ടിന്റെ താമസം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരാം. ഇല്ലടാ, ഒരുപാട് ഓർമ്മകൾ തന്നതാണ് എനിക്ക് ആ പുഴുവൻ തറവാട്. എനിക്ക് മറക്കണം. എനിക്ക് ആ മണ്ണിലേക്ക് ഞാനില്ല. എന്റെ ചീരു ഇവിടെ നിന്നാണ് പോയത്. എനിക്കും ഇവിടെ നിന്ന് തന്നെ. ഗോപാലിന്റെ ചീരുവെന്ന് അതാണ് താല്പര്യം. ഗോപാലിന് പോയി ഇല്ല തമ്പ്ര. എന്റെ ചീരു ഒരിക്കലും അവിവേകം കാട്ടില്ല. എനിക്കത് ഉറപ്പാ. ഈ എന്റെ മകനോട് പോവാൻ പറയും. അച്ഛ, ഞാൻ അറിയാതെ ചെയ്തതാണ് അച്ഛ. എനിക്ക് മാപ്പ് തരുകയും ഇതാ അച്ഛൻ നമ്മുടെ വീട്ടിന്റെ താക്കോൽ. അച്ഛന് ഇഷ്ടമുള്ള മാതിരി എന്ത് വേണമെങ്കിലും ചെയ്യും. മോനെ, വെട്ടിക്കോട്ടാതിമൂലം വാഴും ശ്രീനാഗരാജ നവൂറു പാടി പുകഴ്ത്തുന്നേ നാടിയങ്ങൾ. സന്താപമൊക്കെയും സന്തതം തീർക്കേണം. സന്താന സൗഭാഗ്യം തന്നരുളിയിടേണം. സർപ്പക്കളമിട്ടു കർമ്മങ്ങൾ ചെയ്തിട ആയില്യം നാളിലെ ജാതനേ നിന്നിൽ. സർപ്പക്കളമിട്ടു കർമ്മങ്ങൾ ചെയ്തിടാം ആയില്യം നാളിലെ. അപ്പൂപ്പ, അപ്പൂപ്പ, ഗോപാലൻ അങ്കിൾ, സുധാകരൻ മാമ, എവിടെയാ നീ? അപ്പൂപ്പ, അപ്പൂപ്പ. മക്കള് വന്നോ? മക്കൾ എവിടെയായിരുന്നു? അപ്പൂപ്പൻ അന്വേഷിക്കണ്ടായിരുന്നു. മക്കൾ എവിടെയാ പോയേ? ഞങ്ങള് ഈ നാടകം കാണാൻ വെച്ചിട്ട് പോയതാ. വേണ്ട മക്കളെ, ഈ നാട്ടുകാരത്ര നല്ലവരൊന്നും അല്ല. മക്കളോട് വേണ്ടാതൊക്കെ ചോദിക്കും. പക്ഷേ ഞങ്ങളോട് ആരും ഒന്നും ചോദിച്ചില്ല. ഇതല്ലേ അതാണ് നമ്മുടെ തമ്പുരാന്റെ മഹത്വം. തമ്പുരാൻ സംരക്ഷിക്കുന്ന കുട്ടികളല്ലേ, വേണ്ടാത്തത് ചോദിക്കില്ല അവര്. പക്ഷേ എല്ലാരും ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കണ്ടായിരുന്നു. ആട്ടെ, മക്കൾക്ക് നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെടാത്ത? ഇനി ഞങ്ങൾക്ക് വേറെ നാടില്ലല്ലോ. അച്ഛൻ, അമ്മ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും പോയില്ലേ അങ്കിൾ? ഞാനും കുട്ടാപ്പി ഒരുമിച്ചാണ് കടന്നുറങ്ങുന്നത്. ആരമ്പോളെ കുട്ടാപ്പി? എന്റെ ചെറിയ അനുജന, അവൻ 5 വയസ്സാ. അവനും അന്ന് അച്ഛന്റെ കൂടെയാണ് ഉറങ്ങിയത്. വേണ്ട മക്കളെ, എന്താ സംഭവിച്ചതെന്ന് മിരാക്കൾ ഞങ്ങളോട് ചോദിക്കും. മക്കളൊന്നും ആലോചിക്കണ്ട കേട്ടോ, ഒന്നും ആലോചിക്കണ്ട, ഒക്കെ മറന്നുകളാം. മക്കളോട് ചിലരൊക്കെ ചോദിച്ച് ഇല്ല തമ്പുരാ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിക്കണ്ട. അവർക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ ഒന്നും മറന്നു കാണില്ല. എല്ലാം നല്ല നല്ല മക്കൾ. ഞാൻ അവരോട് ചോദിച്ചത് എവിടേക്കാ പോയത്, പരിചയമില്ലാത്ത സ്ഥലങ്ങളല്ലേ ചോദിച്ചതാണ് തമ്പുരാ. വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ആ കുടുംബത്തിന്റെ രീതിയൊന്നും മാറിക്കാണില്ല.
അറിയാം. അതൊക്കെ ഇനി നിങ്ങൾ പഠിപ്പിൽ മാത്രമേ ശ്രദ്ധമാകൂ. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വിഷമമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ കൂടെ വേറെയും കുറച്ച് കുട്ടികൾ വന്നിരുന്നല്ലോ, അവരൊക്കെ എവിടെ? ആരും വരാൻ തയ്യാറാകുന്നില്ല അപ്പൂപ്പ. അതെന്താ? എല്ലാവരുടെ മനസ്സിൽ നിന്നും ഒന്നും മാറിയിട്ടില്ല. പക്ഷേ ചിലരൊക്കെ അവരുടെ വീട്ടുകാർ അന്വേഷിക്കണ്ടായിരുന്നു. പക്ഷെ മക്കളെ, ആര് വന്നു കഴിഞ്ഞാലും അവരുടെ കൂടെയൊന്നും ആരെ ഏത് മക്കളും പോകരുതെന്ന് പറയണം. ഇല്ല തമ്പ്ര, ഹോസ്റ്റൽ വാർഡൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുട്ടികളെ പുറത്ത് വിടില്ല. അല്ല മക്കളെ? മക്കളെ പഠിപ്പിൽ മാത്രമേ ശ്രദ്ധ പാടില്ല. മക്കൾക്ക് എന്താവാനാ താല്പര്യം? ഈ ഡോക്ടർ ആവാനാ ഇഷ്ടം അപ്പൂപ്പൻ പഠിപ്പിക്കും. മക്കള് എത്ര വേണമെങ്കിലും ഈ അപ്പൂപ്പുണ്ട്. അപ്പൂപ്പന് സ്കൂളുണ്ട്, കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. എന്ത് വേണമെങ്കിലും മക്കള് എവിടം വരെ വേണമെങ്കിലും പഠിച്ചു. എന്താ വേണ്ടത്? പഠിപ്പിന്റെ കാര്യത്തില് ഒരു വേവലാതിയും എന്റെ മക്കൾക്ക് ഉണ്ടാകും. തമ്പ്ര, ഞാനൊന്ന് പറഞ്ഞോട്ടെ. തമ്പ്രാൻ ഇപ്പോ പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കോ, ഈ ഉരുളുപൊട്ടലിൽ വന്ന കുട്ടികളെ സംരക്ഷിക്കില്ലേ തമ്പ്ര. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഗോപാലിനോട് ആരും ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. കഴിയുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. എന്നാ തമ്പ്രാനിത് എന്താ ഇത്? ഇത് എന്റെ വീട്ടിന്റെ താക്കോലാ തമ്പ്ര. അണ്ണാരക്കണ്ണനും തന്നാലായെന്നല്ലേ ചൊല്ല്. ഇത് മകൻ തന്നിട്ട് പോയതല്ലേ? ശരിയാ തമ്പ്ര. അവന് താല്പര്യപ്പെടുമോ ഇതിങ്ങനെ? തമ്പ്രാന്റെ മുന്നിൽ വെച്ചല്ലേ അവൻ പറഞ്ഞത് അച്ഛൻ ഇഷ്ടംപോലെ ചെയ്തു പോന്നു. അതൊക്കെ ശരിയാണ്. എന്നാലും ഇല്ല തമ്പ്ര. പിന്നെ അത് മാത്രമല്ല, എന്റെ പറമ്പ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അവിടെ ഈ ഉരുൾപൊട്ടലിൽ വന്ന ആൾക്കാർക്ക് വീട് വെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാ തമ്പ്ര. അതിനുള്ള ഇതൊക്കെ തമ്പ്രാൻ ചെയ്തു കൊടുത്താൽ മതി. ഞാൻ എന്ത് വേണമെങ്കിലും ഗോപാലന് വേണ്ടി ചെയ്യും. അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് ഗോപാലൻ പറഞ്ഞപ്പോ ഗോപാലൻ അണ്ണാറക്കണ്ണൻ സാക്ഷാൽ കണ്ണനാണ്, ദ്വാരകാപുരിയിലെ കണ്ണൻ. അപ്പോ ഒക്കെ തമ്പ്രാൻ ഏറ്റെടുക്കണം. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. കുട്ടികളെ അവർ ചെണ്ടയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ചെണ്ടയുടെ എന്താണ് അറിയുന്നത്? കർക്കിടക മാസം നമ്മുടെ മലബാറിലൊക്കെ ആടിവേലം ആടിവേടൻ എന്താ ചെയ്യാന്ന് പറയാം. കർക്കിടക മാസത്തില് ഓരോ വീടുകളിലും വടക്കേ മലബാർ ഈ വീട്ടിൽ വന്നിട്ട് ഈ ആടിവേടൻ ഒരു പ്രത്യേക ചലനം ഇതെന്തിനാ വരുന്നറിയോ? ഇതൊരു അടിസ്ഥാന കാലം കൂടിയാണ്. പിന്നെ ചെറിയ കുട്ടികളാണ് ഈ വേഷം കിട്ടുന്നത്. ഈ കുട്ടികൾ വന്നിട്ട് ആദ്യം വ്യാധിയും മാറും. ഇപ്പോ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ചെയ്യും, ഒരു മഞ്ഞളും പിന്നെ ചുണ്ണാമ്പ് കലക്കിയിട്ട് ചുവന്ന കളറിൽ കുരിശി കുഴിഞ്ഞിട്ട് അതോടുകൂടി എല്ലാ വ്യാധിയും ആദിയും പോയി എന്നാണ് സങ്കല്പം. അപ്പോ കുട്ടി വേണം
അതാണ് തമ്പുരാന്റെ മഹത്വം. 1000 നമ്മളല്ല, 1000 കോടി കാരണക്കാരെ ക്ഷണിക്കരുത്. അപ്പോ മക്കൾക്ക് പോണ്ടേ? ബാഗ് എടുത്തിട്ട് ശരി, നല്ല ശരവണം പെരുമാണെന്താ ഈ രംഗത്തിൽ ചിലർക്ക് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ കോലം കെട്ടിയതല്ലേ പറ്റൂ. കോലമാണല്ലോ ഓരോരുത്തരുടെയും വില നിശ്ചയിക്കുന്നത്. ഒരു ജന്മം കൊണ്ട് പെരുവണ്ണ അല്ല, കോലം കെട്ടിയാലോ അവരെല്ലാവർക്കും സമം. മതസൗഹാർദ്ദം, കയ്യിൽ പിടിക്കാം, കാലിൽ പിടിക്കാം, തൊടാം. എന്ന കോലം അഴിച്ചു വെച്ചാലോ അവൻ വെറും കീഴാണ്. തിരുവണ്ണം ദൃഷ്ടി പതിച്ചാൽ ദോഷമുള്ളവൻ, കീഴാളന്മാർ വിദ്യാഭ്യാസമില്ലാത്തവൻ, അഭ്യസ്ത വിദ്യകളിലെ തോന്നല ഇന്ന് പലർക്കും ഇവിടെ. തിരുവണ്ണൻ പറഞ്ഞു വരുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആരംഭിച്ച പ്രധാന പ്രസ്ഥാനം സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും വിപ്ലവം സൃഷ്ടിച്ചു വന്ന് ഇന്നും പലർക്കും അറിയില്ല. അവിടെ ഒരു തെയ്യക്കാരന്റെ കഴിവുകളെ ഒരു സമൂഹം ആദരിക്കുമ്പോൾ ജാതിയുടെ പേരിൽ അവനെ മാറ്റി നിർത്തുന്നു. എന്താ കാര്യം തുറന്നു പറയൂ. എന്താ ഗോപാലൻ? ഞാൻ പറയാം. ഇന്നലെ കൗതുകമാണ് കലാകാരന്മാരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രമണി കുഞ്ഞായിരുന്നു മുഖ്യ അതിഥി. രമണി കുഞ്ഞിപ്പോ ഭരണഘടനയുടെ തൽപ്പര്യത്തിനാണല്ലേ. അപ്പോ ഇന്നലെ കലാകാരന്മാരെ ആദരിച്ചത് മുഖ്യ അതിഥിയായ രമണി കുഞ്ഞായിരുന്നു. എല്ലാവരെയും പൊന്നാടയും കൊടുത്ത് കയ്യില് അവാർഡും കൊടുത്തപ്പോ നമ്മുടെ ഈ ശരവണന് മാത്രം ദൂരെ നിന്ന് അവാർഡും പൊന്നാടിയും എറിഞ്ഞു കൊടുത്തു. അപ്പോഴും തന്നെ ഒരുപാട് പ്രതികളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒതുക്കി തീർത്തു തൽക്കാലം. എല്ലാം അവരോട് ഒതുക്കി. ഒരു തെക്കക്കാരന്റെ മനസ്സിൽ അത് അണയാത്ത കനലാണ്. 5ാമത്തെ വയസ്സിൽ തലപ്പാടി കെട്ടിയതാ. വേദന സഹിച്ചും ഭാവിയിലെ നേട്ടങ്ങളെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് പോയി. ഒരു തെയ്യക്കാരന് താളം, നാദം, ഗന്ധം എല്ലാത്തിനും അറിവുണ്ടായിരിക്കണം. ലിഖിതമല്ലാത്ത പലതിലും സാഹിത്യമുണ്ടായിരിക്കണം. ഒരു തെയ്യക്കാരൻ ചിലയിടങ്ങളിൽ ചമയക്കാരൻ, ചിലയിടങ്ങളിൽ മുഖമെഴുത്തുകാരൻ, ചിലയിടങ്ങളിൽ ചെണ്ട കൊട്ടുന്നവൻ. എന്നാൽ ഒരു തെയ്യക്കാരൻ സർവകലകളിൽ വളരെ പ്രാവീണ്യം നേടിയവൻ. ഈ ലോകത്ത് ഏതൊരു സർവകലാകാരൻ ഇല്ലെന്ന് തന്നെ പറയാം. പണ്ട് പുരാണങ്ങളില് രാജാക്കന്മാരെ പ്രകീർത്തിച്ച് പാടുമ്പോ ഈ കീഴാളന്മാരെ പറ്റി എവിടെയും ഒന്നും പറയുന്നില്ല. ഗോപാലനെ തോന്നിയിട്ടുണ്ട്. ഗോപാലന് തോന്നില്ല. കാരണം ഗോപാലൻ തമ്പുരാന്റെ തലമുറയാ. ഇന്ന് തെയ്യം ഗുണമരണേ ഗുണമരണേ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോ ഈ ഗുണം വരുന്നത് ആർക്കാ? കേൾവിക്കാർക്ക്. പക്ഷേ ഇന്നത്തെ തലമുറയോ ഇത് കേട്ടാ പറയും താൻ പോയി കൊലകെട്ടടാ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പല തവണ കേട്ടിട്ടുണ്ട്. മറ്റേതൊരു കഥയ്ക്കും അവർ അന്ത്യത് മാത്രം നോക്കിയാൽ മതി. രമണിക്ക് ഇയാളെ അറിയോ? എന്താ അറിയാത്തത്? തെയ്യം കെട്ടിട്ടുണ്ടെന്നാ ചെലപ്പോഴുണ്ട്. ഞാൻ ഇവിടെ കാര്യം വേണ്ടതല്ല ഇങ്ങനെ തന്നെ കൊടുത്തതാണല്ലോ. വീണ്ടും വന്നത് ഇതെല്ലാം തിരികെ തരാം. അത് ഈ വർഷം കെട്ടണോ? ഇന്നലെ വന്നത് പെരുവണ്ണാനായ. ഇന്ന് തെയ്യം. കൊലം കെട്ടിയാലുള്ളതെല്ലാം ഒരു തെയ്യക്കാരൻ നന്നായി അറിയാം. അതുകൊണ്ട് ഇതെല്ലാം നേരിട്ട് തരാമെന്നാണ്. ഏത് വേഷം വന്നാലും പെരുവണ്ണാകുമോ? ആകും. അമ്പരാട്ടിയുടെ മുമ്പിൽ പല വർഷം ഞാൻ വന്നിട്ടുണ്ട്. കോലം കെട്ടിയും അല്ലാതെയും. അന്നൊന്നും ഈ വ്യാപ്തിയിൽ ഞാൻ കണ്ടിരുന്നില്ല. മനസ്സിലായിക്കോ? ആളുകൾ കോലവും മാറുമ്പോൾ സ്വഭാവം മാറും. അല്ലെങ്കിൽ അവർ സാധാരണക്കാരിൽ ഒറ്റപ്പെടും.
പാപ്പരാട്ടിയുടെ വേഷം ഇതായിരുന്നോ? മാറിയില്ലേ വേഷം? അഭാവം മാറിയില്ലേ? അപ്പോൾ പെരുമാനൻ എന്താണ് വേണ്ടത്? ഈ പൊന്നാടിയെ കൊണ്ടുപോയി വിളിച്ചെടുക്കണോ? വേണ്ട, ഇത് തന്നതുപോലെ തന്നെ തിരികെ വാങ്ങണം. കഴിഞ്ഞിട്ടോ? ഇതുകൊണ്ട് ചെലവിടാതെ പറഞ്ഞേ. ഇല്ലെങ്കിലോ? ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെ അധികാരം നിങ്ങൾക്കാണ്. കൂടുതൽ ചർച്ച വേണ്ട. കൊണ്ടുവന്നിട്ട് പോകാൻ പറഞ്ഞേ. വേണ്ട അച്ഛാ. ഇക്കാര്യത്തിൽ അച്ഛൻ ഇടപെടേണ്ട. പഴയ രമണിയല്ല. സമൂഹത്തിനും രാഷ്ട്രീയത്തിനും നിലയുള്ളവനാണ് പുതിയ രമണി. നിൽക്കവിടെ! സങ്കടം നിയമമായിരിക്കുമ്പോൾ ഒരു കുടമായി ഞാൻ ഉണ്ടാകും. തിരുവണ്ണാനായല്ല, തീയിൽ കുറുത്ത ചാമുണ്ടിയായി, ഭദ്രകാളിയായി, കതിർവന്നൂർ വീരനായി, മുത്തപ്പനായി രക്ഷിക്കും, രക്ഷിക്കും. ഗുണം വരണേ, ഗുണം വരണേ, ഗുണം വരണേ, ഗുണം വരണേ, ഗുണം വരണേ. എന്താ അച്ഛാത് രമണി ദേഷ്യപ്പെട്ടു പോയത്? ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ കേട്ടു, എല്ലാം കേട്ടിട്ട് തന്നെ ഞാൻ വരുന്നത്. പിന്നെ ഈ ചോദ്യത്തിന്റെ അർത്ഥം? അച്ഛാ, എല്ലാവരും പഴയ കുട്ടികളാണ്. എല്ലാവരും വളർന്നില്ലേ? സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള പ്രായമായില്ലേ? ശരിയാണ്, എല്ലാവരും വളർന്നിരിക്കുന്നു. പക്ഷേ സുധാകര, ഈ അച്ഛൻ മാത്രം വളർന്നിട്ടില്ല. ഇന്നും ആ ചെറുപ്പത്തിൽ തന്നെ. പ്രായമായ കുറച്ച് ഹിതമൊക്കെ വേണ്ടേ? ഇത്രയും വയസ്സായില്ലേ? എന്നിട്ടും ശക്തി ക്ഷയിച്ച നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിച്ചാൽ സാധിക്കുമോ? ഒഴുക്കിനൊപ്പം നീന്തുക തന്നെ. വരൂ, നമുക്ക് പോകാം. ഇനി ഞാൻ അകത്തേക്ക്. എനിക്ക് ചിലരെ കാണാൻ ഞാൻ പിന്നെ ടീച്ചറൊരു കാര്യം ചെയ്യും. വല്ലവരും എന്നെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അവരോട് ഇവിടെ ഇരിക്കാൻ കഴിയും. എന്താ സുധാകര, ഈ അച്ഛനോട് ഞാൻ കാര്യം സംസാരിക്കുന്നത്? പറയേണ്ട സമയത്ത് തന്നെ പറയണ്ടേ? അച്ഛൻ ഇത്രയും പ്രായമായില്ലേ? 75 വയസ്സായി. എന്നിട്ടും വിയർപ്പൊഴുക്കി ജോലി ചെയ്തിട്ടേ ഉള്ളൂ. അന്നൊന്നും തളർന്നിട്ടില്ല. ഇനി അത് വേണ്ട എന്ന് പറയുന്നേ? നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ ഭരണം. ആരാ? എവിടെ നിന്ന് വരുന്നു? ഞാൻ ഡോക്ടർ നെടുങ്ങാടി. അമേരിക്കയിലായിരുന്നു സേവനം. ഇപ്പോൾ കുറച്ച് വർഷമായി നാട്ടിലാണ്. ഇനിയുള്ള എൻ്റെ സേവനം നാട്ടുകാർക്കാവുമെന്ന് കരുതി. ഡോക്ടർ നെടുങ്ങാടി ജാതിയിൽ മുൻപിലാണല്ലേ? അറിയില്ല, ജാതിയും മതവും നോക്കി ഞാൻ ആരെയും ചികിത്സിക്കാറില്ല. അതെ, ഈ ഹോസ്പിറ്റൽ ഓണർ എന്ന് കാണും. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ. അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഡോക്ടറെ പ്രതീക്ഷിച്ചായിരിക്കാം. നമുക്ക് സംസാരിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. ഇനി മുതൽ ഹോസ്പിറ്റലിലെ MD ഞാനായിരിക്കും. എന്റെ നിയന്ത്രണത്തിലായിരിക്കും ഹോസ്പിറ്റൽ നടത്തുക. അച്ഛന് പ്രായമായില്ലേ? താങ്കളുടെ സംസാരത്തിൽ സേവനം ഒരു കച്ചവടമാക്കാനുള്ള ധ്വനിയുണ്ടല്ലോ. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കെട്ടിപ്പടുത്തതാണ് ഈ സ്ഥാപനം. നഷ്ടം വരാതെ നോക്കണമെങ്കിൽ കുറച്ച് കച്ചവട മനസ്ഥിതി വേണ്ടേ? ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഓണക്കം. ഇതെന്റെ സിസ്റ്റർ ശ്രീജ, ജേർണലിസ്റ്റ് ആണ്. നിനക്കെന്തോ സംസാരിക്കാനൊന്നും പറഞ്ഞില്ലേ? ഡോക്ടറോട് സംസാരിക്കും. ഞാനിപ്പോ വരാം. ഓ, നിങ്ങളാണല്ലോ ഇപ്പോൾ എന്നെ വിളിച്ചത്. അതെ, ഡോക്ടർ നെടുങ്ങാടി, retired and returned from abroad. Is that correct? No, it's not fully correct. റിട്ടേൺ എന്ന് പറഞ്ഞത് ശരിയാണ്, റിട്ടയർഡ് എന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവിടെ വന്ന് കുറച്ച് വർഷങ്ങൾ. സ്റ്റിൽ ഐ ആം സർവിംഗ്. ഒരു ഡോക്ടർ അയാളുടെ സേവന ജീവിതത്തിൽ നിന്ന് ഒരിക്കലും റിട്ടയർഡ് ആവുന്നത്. എനിക്ക്
ജീവനുള്ള കാലത്തോളം ഞാൻ എൻ്റെ നാട്ടുകാരെ സേവിച്ചിട്ടുണ്ട്. ഡോക്ടർ പ്ലീസ് ഇരിക്കണം, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓ ഇറ്റ്സ് ഓക്കെ. സത്യം പറയുന്നതിന് വേണ്ടി ഞാനതിന് മടിക്കണം. ഡോക്ടർ നെടുങ്ങാടി, ഈ ഓർഗൻ ഡൊണേഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയ സബ്ജക്റ്റ് ആണ്. അതിനെ പറ്റി ഡോക്ടറുടെ എന്താണ് അഭിപ്രായം? മരിച്ച ഒരാളുടെ അവയവം ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. ഒരു ജീവൻ രക്ഷപ്പെടും, അതുപോലെ ഒരു കുടുംബം രക്ഷപ്പെടും. ഡോക്ടർ ഞാൻ കേട്ടിട്ടുണ്ട് റിട്ടയർഡ് ആൻഡ് റിട്ടേൺ ഫ്രം എബ്രോഡ് ആണല്ലോ ഡോക്ടർ? അതെ അതെ, ഞാൻ റിട്ടയർഡ് അല്ല. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്തെങ്കിലും. ഡോക്ടർ ഈ ഓർഗൻ ഡൊണേഷൻ ചില ഹോസ്പിറ്റൽ സേവനമായി കാണുമ്പോൾ ചില ഹോസ്പിറ്റൽ വരുമാന മാർഗമായി കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഉണ്ടാവാം, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അതിലൊന്നും പിന്നെ കൂട്ടിച്ചേർത്ത് സത്യസന്ധമായി ജോലി ചെയ്യുക സാധാരണ ജനങ്ങൾക്ക് വേണ്ടി. എനിക്ക് ഓർഗൻ ഡൊണേഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. ഇതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം. ശരി ഡോക്ടർ, നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കിയിരിക്കുന്നത് ഏതൊരു സർജറിയും വളരെ സുഗമമായി നടത്താൻ കഴിവുള്ള വിധമാണ്. എനിക്ക് എല്ലാം ഒന്ന് കാണണം. പക്ഷേ ഇവിടെ എന്നെ ക്ഷണിച്ച ആള് തന്നെ വിചാരിക്കണമല്ലോ ഞാനിവിടെ ജോലി ചെയ്യണമോ വേണ്ടിയോ. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഒരു ടോപ്പ് ഹോസ്പിറ്റലാക്കി മാറ്റണം. താങ്കളെ പറ്റി ഞാൻ അറിഞ്ഞു. താങ്കൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. താങ്കളുടെ ആ സേവനം ഇവിടെയും പ്രതീക്ഷിക്കാമല്ലോ. ആത്മാർത്ഥതയും സത്യസന്ധയും കൈവിട്ടെ ഞാൻ എവിടെയും ഒന്നും ചെയ്യും. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ടോപ്പ് ഹോസ്പിറ്റലാക്കി മാറ്റണം. താങ്കൾ എന്റെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ഹോസ്പിറ്റലാക്കി മാറ്റാം. സമ്പത്തിലോ അതോ സേവനത്തിലോ? രണ്ടിലുമായാൽ എന്താ? അച്ഛാ, ഞാൻ ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. സുധാകര, ഞാൻ ഈ ഡോക്ടറെ കുറിച്ച് പലരോടും പലപ്പോഴായിട്ട് അന്വേഷിച്ച് തീരുമാനിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടറെ നമ്മുടെ ആശുപത്രിയുടെ ഇൻചാർജായിട്ട് ഞാൻ നിയമിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഒരു മുതൽക്കൂട്ടായിട്ടില്ല അച്ഛാ. സുധാകരൻ ഹോസ്പിറ്റലിന് ഒരു മുതൽ കൂട്ടാനെന്ന് ശ്രമിക്കുന്നു. ഡോക്ടർ, താങ്കളായിരിക്കും എൻ്റെ ഈ ഹോസ്പിറ്റലിന് മുഴുവൻ ഉത്തരവാദിത്വം തരുന്നത്. അവിടെ എന്ത് വേണമെങ്കിലും താങ്കളുടെ തീരുമാനത്തിനായിരിക്കും. താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ താങ്കളുടെ തീരുമാനം പോലെ എന്ത് വേണമെങ്കിലും താങ്കൾ പറയും. എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ മടിക്കാതെ ചെയ്തില്ല. അതിന് ആരുടെ മുമ്പിലും ഞാൻ വഴങ്ങാതെ. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവിടെ ഞാൻ കൂടിയില്ലേ? ഐ ആം ക്വാളിഫൈഡ് ആൻഡ് ഐ ഹാവ് ഗോട്ട് ഗുഡ് എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ കൃഷിയും മറ്റു കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ. ഞാൻ ഈ സ്ഥാപനങ്ങൾ ശരി, എന്നാൽ ഞാൻ പിന്നെ വരാം. എന്നോട് പറയും എപ്പോഴാണ് വരുന്നത്. ഞാൻ എന്തായാലും സാറിനെ വിളിക്കും. അച്ഛാ, വേണ്ടാത്ത പിടിവാശി വേണ്ട അച്ഛാ. അച്ഛൻ ഇനി പിടിവാശി പിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാ സ്വത്തുക്കളും മക്കൾക്ക് എഴുതി കൊടുത്തില്ലേ? എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തു. പക്ഷേ ഇനിയുമുണ്ടല്ലോ എൻ്റെ പേരിൽ സ്വത്തുക്കൾ. അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അച്ഛാ, അത് ഞങ്ങൾക്ക് എഴുതി തരും. ഞങ്ങളല്ലേ അച്ഛനെയും അമ്മയും നോക്കിയിരുന്നത്. ഞങ്ങൾ അത് ഭംഗിയായി കൊണ്ടു കൊടുക്കാം. പിന്നെ അച്ഛന്റെ മറ്റു മക്കൾ ഒന്നും പറയില്ല. അവരെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം. മിണ്ടരുത്. മറ്റു മക്കൾ സ്വന്തം സഹോദരി ലസിതയെ കള്ളക്കേസിൽ കുടുക്കി നീ അവളെ ജയിലിലേക്ക് അടച്ചില്ലേ? അച്ഛാ, ശരിയാണ്. അവൻ കള്ളുകുടിക്കുമായിരുന്നു. കള്ളുകുടിച്ച് വീട്ടിൽ വന്ന മകളും ഉണ്ടാക്കിയപ്പോൾ അവൻ ചുമലടിച്ച് പക്ഷേ നീ
സാക്ഷിമൊഴി തെറ്റായി കൊടുത്തുകൊണ്ടല്ല. എന്തിനെ? അവളുടെ സ്വത്ത് സമ്പാദിക്കാൻ. ഈ സത്യം അവളുടെ മകൾക്കും അറിയാമായിരുന്നു. അവളുടെ മകളെയും തെറ്റിദ്ധരിപ്പിച്ച് അവൾ മാനസിക രോഗിയാക്കി നീ. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. നീ ചെയ്തോ? എന്താ പറയുന്നത്? ഞാൻ ചെയ്തിട്ടില്ല. നീ ചെയ്തതായിട്ട് ദേശീയയുടെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രമണി എവിടെ? ഇല്ല അച്ഛൻ വേണമെങ്കിൽ അമ്മയോട് ചോദിക്കും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അമ്മ വേണ്ടേ? അമ്മേ, അച്ഛനോട് ചോദിക്കും. അച്ഛൻ ചോദിക്കേ. ഒന്നുമില്ല അച്ഛ, ഒന്നുമില്ല അമ്മേ. ഞങ്ങൾ ആ പഴയ കാര്യങ്ങൾ പറഞ്ഞതാ. ഇനിയുമുണ്ടല്ലോ കുറച്ച് സ്വത്തുക്കൾ, അത് ഞങ്ങൾക്ക് എഴുതി തരാൻ പറയും. അച്ഛനും അമ്മയും ഞങ്ങളല്ലേ നോക്കിയിരുന്നത്. ഒന്ന് പറയാം അമ്മേ. എന്തൊരു വഴക്ക് എന്തിനാ അച്ഛാ? അച്ഛന്റെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ എത്ര പണിയും തന്നോളൂ. അതൊക്കെ കേൾക്കുന്നതിന് നടത്തിക്കൊണ്ടുള്ള കരുത്തിന് മനസ്സിലായില്ല. അച്ഛൻ സമാധാനം വേണ്ടിയിരിക്കും. പിന്നീട് പണമൊക്കെയാണ് എന്താണെന്ന് പോവുകയോ സന്ദർശിക്കുകയോ അച്ഛൻ ആവശ്യത്തിന് എന്ത് വേണം ചെയ്യുന്നതോ ഒന്നും വന്നിട്ട് അച്ഛാ, അച്ഛൻ രമണി പറയുന്ന പോലെ ചെയ്യും. അവൾ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് ഈ പര്യടനമെല്ലാം വളരെ സുഖമായിട്ട് അവൾക്ക് അറേഞ്ച് തരാം. അച്ഛൻ ആഘോഷിക്കേ. മക്കളായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇത് എന്ത് ചെയ്യണമെന്നാൽ ഞാൻ തീരുമാനിക്കും. വേണ്ടാത്ത പിടിവാശി വേണ്ടച്ച. രമണിയുടെ സ്വാധീനം അച്ഛൻ അറിയാത്തതാ. അവൾ വിചാരിച്ചാൽ പലത് നടത്താനും നടത്താതിരിക്കാനും സാധിക്കും. വെറുതെ ഒരു വെല്ലുവിളി വേണ്ടച്ച. അച്ഛൻ ഞങ്ങൾ പറഞ്ഞ ചെയ്യും. ചെയ്യാനും ചെയ്യിക്കാനും ഞങ്ങൾക്ക് സാധിക്കും. ഒരു കാര്യം ഓർത്തു. ഈ സ്ഥാപനങ്ങൾ നിന്റെ മക്കൾക്ക് ഉണ്ടാവില്ല. അതിന് അവകാശം നിങ്ങൾക്ക് ഞാൻ തരില്ല. ബന്ധങ്ങൾ. അതുകൊണ്ടാണല്ലോ ആ കൊറോണയിൽ മരിച്ച ആ അനുജന്റെ വിഗ്രഹം ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആണെങ്കിൽ എത്രയോ ഭേദമാണത്. ഇതിപ്പോ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അനുജന്റെ ജന്മത്തോടു കൂടിയാണ് അച്ഛന്റെ ഐശ്വര്യങ്ങൾ വന്നതെന്ന് ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വിലയുമില്ല. എന്നിട്ട് കൊറോണ പിടിച്ചല്ലോ വെച്ച് ആ സമയത്ത് കാണാൻ സാധിച്ചോ? ആരെങ്കിലും അച്ഛൻ ഇവിടെ പോയതാ, പുറത്തേക്ക് പോയതാ. ഇപ്പോൾ വരും. ആരാ? മനസ്സിലായില്ല. ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിച്ചാണ് അങ്ങോട്ട് പോയിരുന്നത്. നീ വന്നോ? ആ, പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പറയാൻ വന്നാ. ഞാനിവിടെ ഇല്ലാതിരുന്നിട്ടും എന്റെ കുടീരം ഒരു അമൂല്യ നിധി പോലെ നിങ്ങളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കത് എന്ത് ചെയ്യാനാ? ഞാനും എന്റെ മൂന്നിയായ ഭാര്യയും കൂടി ലോക പര്യടനം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്നാൽ പോകാനും മനസ്സ് വരുന്നില്ല. ഈ നാട്
നാട്ടുകാർക്കില്ല. ഉണ്ണിയുടെ കുടുംബവും ഈ നാട്ടിൽ താമസിച്ച് ഇവിടുത്തെ കുട്ടികളെ നൃത്തം പഠിപ്പിച്ച് സുഖമായിട്ട് ഞാൻ ഉണ്ണിയുടെ കൂടെ വരാൻ ശ്രമിക്കുക. എനിക്ക് ഇവിടെ താമസിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ. ഇവരൊക്കെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് തല്ലുന്നത്. വേണ്ടച്ച, ഒരു ആവേശത്തിന് പറഞ്ഞതാ. അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ വേണം. ഈ അച്ഛന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറക്കി വിടത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമാക്കിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ കൂട്ടാനാണ് അച്ഛനെ കൂടുതൽ വഷളാക്കുന്നത്. അടുത്ത് പോ. വേണ്ട ഉണ്ണി, ഉണ്ണി ഒരു കാര്യം ചെയ്യും. ഞാൻ ഉണ്ണിയുടെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ചില പേപ്പറുകൾ ചിലരെ ഏൽപ്പിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ണിയുടെ കൂടെ തൽക്കാലം വറാന്തിയിൽ സുധായ, ഞാൻ എൻ്റെ സമ്പത്തുകൾ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നടക്കില്ല അച്ഛാ, നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ചിലരെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. അവരിപ്പോൾ വരും. നമസ്കാരം. ഇത് എൻ്റെ മകൻ, ഇത് മകൻ്റെ ഭാര്യ. പിന്നെ വേറെ മക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്വത്ത് കിട്ടിയപ്പോൾ അവരൊക്കെ അവരുടെ പാടുകൾ. സുധാകരൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഈടും പറഞ്ഞു. ഒരു പരിധി കഴിഞ്ഞാൽ മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മളതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഗുരുജി, ഇത് എൻ്റെ സ്ഥാപനങ്ങളുടെ ഡോക്യുമെൻറ്റ്സാണ്. ഈ ഡോക്യുമെൻറ്റ്സ് താങ്കളുടെ ട്രസ്റ്റിനോടൊപ്പം ഏൽപ്പിക്കണം. എൻ്റെ ഒരു സ്കൂള്, ഒരു കോളേജ്, ഒരു മെഡിക്കൽ കോളേജ്. താങ്കളുടെ ട്രസ്റ്റ് വളരെ പാവങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല നല്ല നല്ല സേവനങ്ങൾ നടത്തുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. താങ്കളുടെ ട്രസ്റ്റിന് ഈ പേപ്പർ ഇടാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇത് താങ്കളുടെ ട്രസ്റ്റിനോടൊപ്പം ചേർത്ത് നല്ലൊരു സേവനം സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന വിധത്തിൽ നടത്തണം. അച്ഛാ, ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? സ്വത്ത് തരാം, അത് തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെ ഇവിടെ പിടിച്ചു നിർത്തി. അമേരിക്കയിലേക്ക് പോകേണ്ട ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തി. എന്തിനായിരുന്നു അച്ഛാ? നിങ്ങൾക്ക് തരേണ്ട സ്വത്തുക്കളൊക്കെ തന്നു കഴിഞ്ഞില്ലേ? പിന്നെയും നിങ്ങൾക്ക് എന്താണ് ഇവിടെ അവകാശം? സ്വത്ത് തന്നോ, വീട് തന്നോ, പറമ്പ് തന്നോ? ഇനിയും രക്തബന്ധങ്ങൾക്ക് സ്വാധീനം കൊടുക്കാത്ത സമ്പത്തിന് മാത്രം വില കൊടുക്കുന്ന നിങ്ങൾക്ക് ഞാനിനി എന്ത് തരാൻ? തരില്ല, ഒന്നും തരില്ല. സ്വാധീനം എന്താണെന്ന് ഞങ്ങൾ കാട്ടിത്തരാം. വരൂ രമണി, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇദ്ദേഹം കുറേക്കാലം അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. ഇനി നമ്മുടെ ആശുപത്രിയുടെ ഇൻചാർജ് ഇദ്ദേഹമാണ്. ഡോക്ടർ നെടുങ്ങാടി, എന്താ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവിടെ വെച്ച് ഡൽഹി അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ ഇദ്ദേഹത്തിന് പരിചയം. അമേരിക്കയിൽ നിന്ന് വന്ന് ചാർജ് ചെയ്ത ആദ്യ ദിവസം എമർജൻസിയിൽ
കുറച്ച് ആൾക്കാർ അഡ്മിറ്റ് ചെയ്തു. അതിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ ഇയാളുടെ മുഖത്ത് വളരെയധികം ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. മുഖത്ത് ചോര വാർന്നു, മുഖത്തെ എല്ലുകൾ പലതും പൊട്ടി. പിന്നെ അത് റെഡിയാക്കുന്നതിന് ഒരു മേജർ സർജറി വേണ്ടി. ഡോക്ടർ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, നമുക്ക് കാര്യത്തിലേക്ക് അറിയാം. ഡോക്ടറാണോ എടുക്കണമെന്ന് നിർബന്ധിക്കുന്നു. എടുക്കണം ഡോക്ടർ, കാരണം ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഞങ്ങളുടെ ട്രസ്റ്റിന്റെ പേരിലാണ് രജിസ്റ്റർ. ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാനും താങ്കളോട് ആവശ്യപ്പെടുകയാണ്, ഏറ്റെടുക്കണം ഡോക്ടർ. സർജറി കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അന്വേഷിച്ചു. അവിടുന്ന് മറ്റുള്ള 4 പേർ ചക്കിപ്പിന് വേണ്ടി വന്നിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു. സർ, ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ മുഖമല്ല, ഇദ്ദേഹത്തെ പ്ലാസ്റ്റിക് സർജറി. ഇയാളുടെ മുഖം കണ്ടാൽ സാർ അത്ഭുതം. ഡോക്ടർ, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ പഴയ മുഖം താങ്കളുടെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ സർജറി ഫോമിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എൻ്റെ മൊബൈൽ ക്യാമറ ഞാൻ നോക്കട്ടെ. ഡോക്ടർ, എന്തിനാണോ അത്? പഴയ കഥകളല്ലേ. സർ, കിട്ടിയില്ല. ഒന്നും ഡോക്ടർ, ഇത് ഇയാളുടെ ഫോട്ടോ തന്നെയാണ്. എന്താ സംശയം? ഇത് തന്നെയാണ്. ഇത് തന്നെയാണോ ഇയാളുടെ ഫോട്ടോ? ഇത് തന്നെയാണ്. ഇത് എന്റെ അനുജൻ കോടതിയിൽ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന എന്റെ അനുജൻ സിദ്ധാർത്ഥ. സർ, 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 എന്ത് പറ്റി? ഡോക്ടർ, പ്ലീസ്.
ഒരു കണ്ട് പരിചയമുള്ള ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നീടാകാമെന്നില്ല. അതിലെന്റെ പഴയ എന്റെ ഓർമ്മക്കായി ഞാൻ വന്നില്ലേ, തിരിച്ചു വന്നില്ലേ ഞാൻ? ഇനി ഇവനെന്റെ കൂടെ തന്നെ വേണം. എന്റെ ജീവിത അവസാനം വരെ എനിക്കൊരു തണലായി. എന്റെ ഓർമ്മകൾ നീ എവിടെയായിരുന്നു ഇത്രയും കാലം? അതൊരു വലിയ കഥയാണ്. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ കൊറോണ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 4-5 ദിവസത്തേക്ക് ആരും എന്നെ കാണാൻ വന്നില്ല. ഒരു ദിവസം വാർഡ് പോയി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവാണ്. പക്ഷേ ഹോസ്പിറ്റൽ അധികാരികൾ അത് രഹസ്യമായി വെച്ചു. കാരണം അവർക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടം കാരണം അത് അവർ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഒരു ദിവസം വാർഡ് പോയി വന്നപ്പോൾ അവൻ പറഞ്ഞു, പൈസ കൊടുത്തു കഴിഞ്ഞാൽ സഹായിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഒന്നുമില്ലായിരുന്നു. കട്ടിൽ കിടന്ന മാലയും മോതിരം കൂടി ഞാൻ അവന് കൊടുത്തു. അവൻ എനിക്കൊരു വാല്യൂ ഷർട്ട് തന്നു. രാത്രിയായപ്പോൾ അവൻ ഹോസ്പിറ്റലിൻ്റെ വാനിൽ എന്നെ കയറ്റി ദൂരെ എവിടെയോ കൊണ്ടുപോയി. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ, ഒരുപാട് അനഞ്ഞ ഞാൻ. ഒടുവിൽ വെളിച്ചം കണ്ട ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. അവിടെ പ്രായമായ ദമ്പതിമാരായിരുന്നു. അവർക്ക് പല പല ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, ഹോട്ടൽ ബിസിനസ് ഉൾപ്പെടെ. കുറച്ചു കാലം ഞാൻ അവരുടെ കൂടെ താമസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ബിസിനസ്സൊക്കെ നല്ലതായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവരുടെ സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതുന്നു. അവർക്ക് വേറെ ബന്ധുക്കളോ മക്കളോ ആരുമില്ലായിരുന്നു. കുറേ കാലം അവരുടെ കൂടെ താമസിച്ചു. ഒരു ദിവസം എൻ്റെ പേരിൽ അങ്ങനെ ബിസിനസ്സൊക്കെ നടത്തി ഒരുപാട് സമ്പത്തൊക്കെ ആയപ്പോൾ കുറച്ച് ആത്മീയത ആകാമെന്ന് ഞാൻ കരുതി പണ്ടേ ദൈവവിശ്വാസിയായ ഞാൻ പ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. ഒരുപാട് ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. അങ്ങനെ ഒരിക്കൽ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കായിരുന്നു ഡോക്ടർ പറഞ്ഞ ഈ അപകടമുണ്ട്. അപകടത്തിന് ശേഷം എൻ്റെ രൂപം ആകെ മാറിയിരുന്നു. എന്നെ ആരും കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയിൽ. അപ്പോഴും തോന്നി നാട്ടിലേക്ക് ഒന്ന് വന്ന് എൻ്റെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒന്ന് കാണണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇനി എവിടെയും പോകരുത്. എന്റെ ജീവിത അവസാനം വരെ എനിക്ക് നിന്നെ വേണം. എനിക്ക് പോകണം. എനിക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ എന്ത് കാര്യത്തിനും ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ടാവും. ഈ രഹസ്യം തൽക്കാലമായി അറിയരുത്. ഞാൻ ഈ വീട് വിട്ട് ഇവിടെയുള്ളവർക്കൊക്കെ സമ്പത്തിനോടാണ് താല്പര്യം. എൻ്റെ കൂട്ടുകാരും ചിലപ്പോൾ അവരുടെ കൂടെ ഞാൻ കഴിഞ്ഞില്ലേ? പോവാം. ഡോക്ടർ, നിങ്ങൾ രണ്ടുപേരുമായിരിക്കും എൻ്റെ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ കൂടുന്നു. പോകാം. ഞാൻ എവിടെ പോകാൻ ഒരു ഇടവുമില്ല.
എല്ലാം നശിച്ചു. ഞാൻ വരും. അവന്റെ ശരീരം ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ ശരീരം അവയെങ്കിൽ ആർക്കെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ ആ ഉപകാരപ്പെടുത്ത്. എന്റെ ആദ്യത്തെ എല്ലാം എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല എനിക്ക്. ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം. തമ്പ്രാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ഞാൻ എന്ത് വേണം? ഈ പാത നീണ്ടു കിടക്കുകയല്ലേ? ഏതെങ്കിലും പാതയെടുത്ത് ജീവിതം അവസാനിപ്പിക്കാമല്ലേ? ഞാൻ എവിടെയുണ്ടോ അവിടെ നീയും ഞാനും വരുന്നു നിങ്ങളുടെ വീട്ടിലായി. ഒന്ന് രണ്ട് പേരോട് സംസാരിക്കാൻ ജീവിത അവസാനത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് ശരിയാണ്. ഈ ഉള്ളവൻ ജീവിതമുള്ളിടത്തോളം കാലം തമ്പ്രാന്റെ കൂടെ ഉണ്ടാവും. ഈ ചെറുക്കെന്താ പറയാൻ ഞാനും വരുന്നു നിങ്ങളുടെ നിഴലായി എപ്പോഴും. സ്വയം തീരുമാനമാണോ? അതെ. എന്നാൽ ഉണ്ണി നമുക്ക് പോകാം. എവിടെ? എന്റെ വൃന്ദാവന കുടീരത്തിലേക്ക്. അല്ല, വയോജന വൃന്ദാവന കുടീരത്തിലേക്ക്. പ്രിയ വയോജകരെ, നിങ്ങളുടെ വീടുകളിൽ അസഹിഷ്ണുത തോന്നുമ്പോൾ ഇതാ ഒരു ഇടം. കയ്യിലൊന്നും കരുതേണ്ടതില്ല. സ്വതന്ത്രമായി, ശാശ്വതമായി, സുഖമായി, സന്തോഷമായി ജീവിക്കുവാൻ ഇതാ ഒരു ഇടം. വയോജന വൃന്ദാവന കുടീരം. ആർക്കും വരാം. വരുവേൻ, വരുവേൻ, വരുവേൻ. നാരായണ ജയ 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 ഒടന്നുള്ളതിൽ പലരും മറയും അത് കേട്ടാകും പരിഭവമരുതേ. 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 എന്തൊരു കാലം നമ്മൾക്കിന്ന് വയസ്സാം കാലം വീരിത കാലം. എന്തൊരു കാലം നമ്മൾക്കിന്ന് വയസ്സാം കാലം വീരിത കാലം. വാർദ്ധക്യത്തിൽ അവശതയോടെ ആശ്രയമില്ല കഴിയും കാലം. വാർദ്ധക്യത്തിൽ അവശതയോടെ ആശ്രയമില്ല കഴിയും കാലം. പണിയുള്ളപ്പോൾ പണവും പദവിയും പരിചാരകരും ചുറ്റിലുമുണ്ട്. പണിയുള്ളപ്പോൾ പണവും പദവിയും പരിചാരകരും ചുറ്റിലുമുണ്ട്. പണിയുള്ളപ്പോൾ പണവും പദവിയും പരിചാരകരും ചുറ്റിലുമുണ്ട്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കാലം പോയി വയ്യാതായി വീട്ടിൽ വൃദ്ധർ ഒറ്റയ്ക്കായി. കാലം പോയി വയ്യാതായി.